ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടോപ്പോയിലെ ന്യൂസിലാൻഡ് മലയാളീസ് നടത്തിയ വളരെ വിപുലമായ ഒരു കരോളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കരോൾ വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച് ഏകദേശം 26 വീടുകളിലായിട്ട് നമ്മൾ ഉണ്ണിയെ കയറ്റി അവസാനം ഒരു സ്നേഹവിരുന്നോടുകൂടി നമ്മളെല്ലാവരും ആ കരോൾ അവസാനിപ്പിച്ചു. ക്രിസ്മസ് പപ്പയുടെ കൂടെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ടോപ്പോയിലെ വളർന്നു വരുന്ന തലമുറ. സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഇവർക്ക് അറിയണം എന്താണ് കരോളെന്നും എങ്ങനെയാണ് കരോളെന്നും നമ്മുടെ നാട്ടിൽ നമ്മൾ എങ്ങനെയാണ് കരോൾ നടത്തിയതെന്നും ഇവിടെ എങ്ങനെയാണ് കരോൾ നടത്തേണ്ടതെന്നും ഇവരറിയണം. അപ്പം നമ്മുടെ അച്ഛൻ വക്കത്താനിൽ നിന്നാണ് ഇവിടെ വന്നത്. ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം അച്ഛൻ ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് 1-2 വീട്ടിലൊക്കെ കയറി അതിനുശേഷം അച്ഛൻ തിരിച്ച് പോവുകയാണ്. അച്ഛന് നാളെ അവിടെ കുർബാനയുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി നമ്മൾ നടത്തിയത് ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം 3:30 കുർബാന, അതിനോടനുബന്ധിച്ച് കരോള്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തിയത്. പള്ളിയിലെ കുർബാനയും ഉണ്ണിയെ വെഞ്ചരിച്ചും അച്ഛൻ തന്ന ശേഷം ചെറിയ ഒരു പടവും എടുത്ത് നമ്മൾ വീടുകളിലേക്ക് ഇറങ്ങിയേക്കുവാണ്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയിൽ നിന്ന് യൂണിറ്റ് വൈസായിട്ടായിരിക്കും ഉണ്ണിയെ ഇറക്കുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റിൽ എല്ലാ അംഗങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ ഒരു 30, 40, 50 വീടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വീടുകളിലൊക്കെ ഏകദേശം അടുത്തൊക്കെ ആയിരിക്കും നമ്മൾ നടന്നു പോയി ഓരോ വീടുകളിലും ഉണ്ണീനെ കയറ്റി നമ്മൾ കൊണ്ടുവരും. ജാതിഭേദമന്യേ നമ്മൾ എല്ലാ വീട്ടിലും ഉണ്ണീനെ കയറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, നമുക്ക് നടന്നു പോകാനായിട്ടുള്ളൊരു ഇത് പറ്റത്തില്ല. കാരണം ഓരോ വീട് തമ്മിൽ 1-2 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും. ചില വീടുകൾ അടുത്തായിരിക്കും. ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്യണമെങ്കിൽ ഒരു ഏകദേശം 7-8 കിലോമീറ്ററോളം ഉണ്ട്. ജനന സന്ദേശവുമായി ഈ വർഷമാദ്യമായി കരോൾ സംഘമായി ഓരോ ഭവനങ്ങളും സന്ദർശിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഈ കരോൾ സംഘത്തെ തിരുമേനിയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവിധമായ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അങ്ങനെ തന്നെ ഈ കരോൾ Tele
Happy Christmas! അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വീടും തമ്മിൽ ഏകദേശം 1-2 കിലോമീറ്റർ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പോകുന്നത് സ്വന്തം കാറിൽ തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് ഫോണിലെ മെമ്മറി ഫുള്ളായതുകൊണ്ട് എനിക്ക് ചില വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ സ്റ്റീബിൻ്റെ വീട്ടിലേക്കാണ് കരോള് വന്നേക്കുന്നത്. അങ്ങനെ ഫൈനലി കരോൾ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ കരോൾ സമാപനത്തിനായിട്ട് ഒന്നിച്ച് കൂടുകയും അവിടെ വെച്ച് നമ്മൾ കപ്പയും മീൻകറിയുമാണ് നമ്മളത് കൊടുത്ത് നമ്മൾ ഈ ഒരു കരോൾ അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുകയാണ്.